Hi, welcome to another episode of Lakshmi's Cooking Stories. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുടംപുളിയിട്ട മീൻ കറിയാണ്, ചെമ്മീൻ കറി. ഒരു പാട്ട് തന്നെ ഇല്ലേ, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. അപ്പോൾ ആ ചെമ്മീൻ കറിയാണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി. ഇനി അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ ആദ്യമായിട്ട് വെളുത്തുള്ളി ഇഞ്ചിയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഇവിടെ ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ തല്ലി വെച്ചതാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നവരെ നമുക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 200 ഗ്രാം ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് നുറുക്കിയത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി ഞാൻ നീളത്തിലും അരിഞ്ഞിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അത് ആ ഒരു ഗ്രേവിക്കൊരു നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നീളത്തിൽ മാത്രം അരിഞ്ഞിട്ടാലും മതിയാവും. അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ചെറിയ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിക്ക് പകരം നമുക്ക് സവാള വേണമെങ്കിലും ഇതിൽ ചേർത്ത് കുക്ക് ചെയ്യാം. പക്ഷെ ചെറിയ ഉള്ളി ചേർക്കുമ്പം അതൊരു കുറച്ചൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അതാണ് ഞാനിവിടെ ചെറിയ ഉള്ളി ചേർത്തിരിക്കുന്നത്. സവാള ഉപയോഗിച്ച് ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാനിവിടെ ഒരു ചെറിയ ടൊമാറ്റോ കുഞ്ഞായിട്ട് നുറുക്കിയത് അതുകൂടെ ചേർത്ത് കൊടുക്കാൻ. ഇതും നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് 4 കീറിയതാണ്, അതുകൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുക. നോർമൽ ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ മതിയാവും. അവരവരുടെ എരിവ് അനുസരിച്ചാണ്. ഓരോരുത്തരുടെ എരിവിൻ്റെ ടോളറൻസ് ലെവൽ അനുസരിച്ച് നമുക്ക് മെഷർമെൻറ്റിൽ ഏറ്റക്കുറച്ചിലൊക്കെ വരുത്താം. ഇനി ഫ്ലെയിം വളരെ ലോയിൽ വെച്ച് വേണം വഴറ്റാനായിട്ട്. മസാല ബേൺ ആവരുത്. മസാല ഒക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കൊരു 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് കൂട്ടി കൊടുക്കാം. ഈ വെള്ളം തിളയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൽ നമുക്ക് ഒരു 2 പീസ്, ചെറിയ പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, 2 പീസ് കുടംപുളി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുടംപുളി നല്ലവണ്ണം കഴുകിയതിന് ശേഷം വേണം വെള്ളത്തിൽ ഇങ്ങനെ ഇടാനായിട്ട്, അല്ലെങ്കിൽ ചെറിയൊരു കയ്പ്പ് വരും. ഞാനിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 300 ഗ്രാം ചെമ്മീനാണ് ഡീവൈനൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിരുന്ന് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഏതാണ്ട് 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് കറി ആയോ നോക്കാം. കറി പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം വളരെ ലോയിലേക്ക് വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് അധികം തിളയ്ക്കാൻ പാടില്ല. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്കിതിൽ ഉപ്പുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറച്ചുകൂടെ ആവശ്യമുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് ഇത് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് കടുകൂടെ താളിച്ചൊഴിക്കാം. അപ്പോഴത്തേക്കും കറി റെഡിയാവും. കറി തിളച്ച് വന്ന് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കടു താളിച്ചൊഴിക്കാം. ഇനി നമുക്കിതിലേക്ക് കടു താളിക്കാം. ചെറിയൊരു പാൻ വയ്ക്കുക. അതിലേക്കൊരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി വന്നു. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ, വളരെ കുറച്ച് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് നമുക്കൊന്ന് ചെറിയ ബ്രൗൺ കളറാവുന്നവരെ സോട്ട് ചെയ്യാം. ഉള്ളി നല്ല ബ്രൗൺ കളറായി. ഇനി 2 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലൂടെ ചേർക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്യാം. കുടംപുളിയിട്ട് ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിലൊരു പ്രിപ്പറേഷൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള പ്രിപ്പറേഷൻ. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ദോശയും ചപ്പാത്തി അതിൻ്റെ കൂടെ എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു കറിയാണ്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിന്ന് തയ്യാറാക്കിയ കുടംപുളി ഇട്ട് വെച്ച ചെമ്മീൻ കറിയുടെ പ്രിപ്പറേഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ, ദോശയുടെ കൂടെ, ചപ്പാത്തിയുടെ ഒക്കെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഈ റെസിപ്പി പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ഇതിനോടകം സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ഷെയറും ചെയ്യുക. പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.